मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അറിയാതെ നിങ്ങളുടെ ഏരിയയിലേക്ക് ഞാൻ വന്നു പോയതാണ്. സോറി സോറി. ഇതെങ്കിലും ഞാൻ ജയിച്ചോട്ടെ. വിട്ടേക്ക് സർദാർ, വിട്ടേക്ക്. സർദാർ, വിട്ടേക്ക്. എന്ത് പറ്റി? നീ സ്വപ്നത്തിൽ അമ്പ ചെയ്ത് പഠിച്ചില്ലേ? ഓ, സെലക്ഷൻ നടക്കാൻ പോവുകയാണ്. പോ. സ്വപ്നത്തിൽ 2 വേട്ടനായകൾ എന്നെ ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഞാൻ പേടിച്ച് ഓടുമ്പോ എന്റെ പുറത്ത് അവരെ അമ്പെയ്യായിരുന്നു. പിന്നീട് ഞാൻ ധൈര്യം സംഭരിച്ച് അവരെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ ഒരു വില്ലാളി വീരനായിരുന്നു. ഓ എന്റെ അമ്മച്ചി, നീ അവരാണെന്ന് വിചാരിച്ച് ഒരു പാവം ശിശുവിനെ കൊല്ലാൻ നോക്കിയത്. നിന്റെ സ്വപ്നം നിറവേറാനുള്ള സമയമായി. സംശയമുണ്ടോ? എങ്ങനെ? ഇവിടെ മൈതാനത്തിൽ ആർച്ചറി കോമ്പറ്റീഷൻ നടക്കാൻ പോവുകയാണ്. അതിൽ നീ തന്നെ ജയിക്കും. സംശയമുണ്ടോ? എന്നാൽ ഞാൻ ഇതുവരെ അമ്പെയ്തിട്ടേ ഇല്ലല്ലോ. അത് നീ സ്വപ്നത്തിൽ അമ്പ ചെയ്ത് പഠിച്ചില്ലേ? പോ, സെലക്ഷൻ നടക്കാൻ പോവുകയാണ്. പോ. ആ വിട്ടുകളെ. എങ്ങനെ? സണ്ണി ചാലഞ്ച് ചെയ്തിരിക്കുകയല്ലേ? അവൻ പറയുകയാണ് ഈ കോമ്പറ്റീഷനിൽ അവനെ വിജയിക്കൂന്ന്. ഞാൻ തന്നെ അമ്പ് പോലെയാണ്. ഹണി ഉന്നം വെക്കുന്ന കാര്യം പിന്നെ പറയേ വേണ്ട. നിന്നെ കൊണ്ടാണെങ്കിലും അമ്പ് പൊക്കാനും പറ്റില്ല. പിന്നെ ആരാണ് ബാക്കി? പക്ഷെ എന്നെ സെലക്ഷൻ ചെയ്തിട്ടില്ലല്ലോ. ആദ്യം നീ പ്രയത്നിക്ക്, അത് താനേ നടക്കും. സംശയമുണ്ടോ? മൂഡ് ശരിയല്ലെങ്കിൽ ആർക്കെങ്കിലും പണി കൊടുത്ത് രസിക്കാം. സെലക്ഷന് വേണ്ടി അടുത്തതായി നമുക്ക് സണ്ണിയെ വിളിക്കാം. അടികൈ സണ്ണി, ഇങ്ങോട്ട് വരൂ. നിന്റെ ടാലന്റ് ഒന്ന് കാണിക്കൂ. സബാഷ്, ഇവിടുത്തെ 4 മത്സരാർത്ഥികളിൽ ഒരാളായി നീ സെലക്ട് ആയി കഴിഞ്ഞു. സന്തോഷമായല്ലോ. ഇനി ചാടി ചാടി വീട്ടിലേക്ക് വെക്കോളൂ. മനസ്സിലായല്ലോ? പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയി. നീ കോമ്പറ്റീഷനിൽ സെലക്ട് ആയി. അടികൈ. ഇങ്ങോട്ട് വരൂ. ശരിക്കും നീ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. നീ റിജക്റ്റ് ആയിരിക്കുന്നു. നേരെ വീട്ടിലേക്ക് പോയിക്കോ. മേലാൽ ഞങ്ങളെ കൺവെട്ടത്ത് വരരുത്. ഓടുന്ന ട്രെയിൻ ആരോ പിടിച്ചു നിർത്തുന്നു. മുഴുവൻ കവിത കേൾക്കാതെ ജനം കൈയടിക്കുന്നു. സെലക്ടഡ്.
അടുത്ത സോർദാർ. ഇത് മോശമല്ലല്ലോ. ഇങ്ങോട്ട് വരൂ, മുഴുവൻ കേൾക്കൂ. ഇത് മോശമല്ല, വളരെ മോശമാണ്. മനസ്സിലായല്ലോ? ഇനി ഒരാളെ കൂടെ തിരഞ്ഞെടുക്കാൻ ബാക്കിയുള്ളൂ. ഇപ്പൊ കർത്ത വരും. ജോർദാർ കർത്ത, നിങ്ങൾ ആരാണ് ബെസ്റ്റ്? അയാളായിരിക്കും 4ാമത്തെ മത്സരാർത്ഥി. ID പ്രൂഫിൽ പ്രധാനമായത് ആധാറാണ്. 4ാമതായി സെലക്ട് ആയത് ജോർദാറാണ്. അടികൈ. കർത്ത പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നീയും കോമ്പറ്റീഷനിൽ സെലക്ട് ആയനെ. കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, ജോർദാർ ജയിക്കണം. അവന് വേണ്ടി ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറാണ്. ഇനി സണ്ണിയെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. Get set go. ഏയ്, എന്റെ കൊച്ചിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. നിനക്ക് കാണിച്ചു തരാം. എന്റെ ഭർത്താവ് ബോക്സറാണെന്ന് അറിയാലോ. സുനാമി വന്നപ്പോൾ ആരെങ്കിലും അത് നിർത്തിയോ? നീ കോമ്പറ്റീഷനിലെ സെലക്ടർ കം ജഡ്ജിനെ കുത്തിയോ? കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ട് സാധിക്കില്ല. സാധിക്കും. നാളെയാണ് കോമ്പറ്റീഷൻ. ഇന്ന് രാത്രി ഞാൻ നിന്നെ പഠിപ്പിക്കാം. നിന്നെ കൊണ്ടാണെങ്കിലും അമ്പ് പൊക്കാനും പറ്റില്ല. ഈ കളിയുടെ നിയമം എന്താന്ന് വെച്ചാൽ, അർജുൻ നോക്കും പോലെ മീനിന്റെ കണ്ണ് മാത്രമേ കാണാൻ പാടുള്ളൂ. ഔ, അതിന് മീനിന്റെ കണ്ണ് ഇവിടെ എവിടെയാ ഉള്ളേ? ഞാൻ പറഞ്ഞത് ടാർഗറ്റാണ്. അമ്പിനെ വിരൽ വെച്ചിട്ട് കാത് വരെ വലിക്ക്. തൊട്ടടുത്തുണ്ടെങ്കിലും അതിനെ ശ്രദ്ധിക്കാൻ പാടില്ല. ഒരു ശബ്ദവും കേൾക്കരുത്. കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇപ്പൊ അമ്മ വിടൂ. ഇവിടെ വന്ന് നിൽക്കുന്ന ജനങ്ങളുടെ പണി മുടങ്ങും. അല്പനേരത്തിനുള്ളിൽ ആർച്ചറി കോമ്പറ്റീഷൻ തുടങ്ങും. അടികൈ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഇതുവരെ ഒരു കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടില്ല. ഇതെങ്കിലും ഞാൻ ജയിച്ചോട്ടെ. നിങ്ങൾ മാറ്റി മാറ്റി അമ്പ് ചെയ്താൽ മതി. മനസ്സിലായോ? അടുത്ത കോമ്പറ്റീറ്റർ ബോബി ഇതാ വന്നു കഴിഞ്ഞു. അടുത്ത മത്സരാർത്ഥി ബോബി ഇതാ എത്തിക്കഴിഞ്ഞു. അടികൈ. എന്റെ ഭർത്താവ് ബോക്സറാണ്. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഇത് ആർച്ചറി കോമ്പറ്റീഷൻ ആണ്. സണ്ണി, ഇങ്ങോട്ട് വരൂ. ഇവിടെ വന്നിട്ട് അമ്പ് ചെയ്യൂ. എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്. നീ അത് സംരക്ഷിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ പൊക്കിയെടുത്തോണ്ട് പോയി റെയിൽവേ ട്രാക്കിൽ ഇട്ട് കളയും. ആഹാ, സണ്ണിയുടെ ഉന്നം ഒരിക്കലും തെറ്റാറില്ല. കണ്ടല്ലോ, ട്രോഫി തരൂ. ജയിച്ചത് ഞാനാണ്. ഇനിയുള്ളത് ജോർദാറല്ലേ. അവനെ കൊണ്ടെന്താകാനാ? കുളത്തിലേക്ക് ഇറങ്ങിയാലേ അറിയാൻ കഴിയൂ ആഴം. ജോർദാർ വന്നോളൂ. അടുത്തത് നിന്റെ ഊഴം. അടികൈ.
എന്താ കാണിക്കുന്ന സോർദാർ? ശ്രദ്ധിച്ച് ചെയ്യ്. ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഞാൻ പറഞ്ഞതല്ലേ ഞാനേ ജയിക്കുകയുള്ളൂ. നീ ഇത് എങ്ങോട്ടാ അമ്പ് വിടുന്നത്? സോർദാർ വിജയിച്ചു. ഡ്രസ്സുകൾ ടൈലർ അളവെടുത്ത് തയ്ക്കുന്നതാണ്. ഈ ട്രോഫിയും സമ്മാനത്തുകയും ജോർദാറിന് തന്നെ കിട്ടുന്നതാണ്. അടികൈ. ഈ ട്രോഫി യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് കർത്തയ്ക്കാണ്. അവൻ എനിക്കിത് പഠിപ്പിച്ചു തന്നില്ലായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഒരിക്കലും ജയിക്കാൻ കഴിയില്ലായിരുന്നു. ഈ ട്രോഫി ഇവന് തന്നെ കൊടുക്കണം. കർത്ത, എല്ലാവരുടെ സുഹൃത്താ, ട്രോഫി ജയിച്ചത് നീയാണ്. ട്രോഫി നീ വെച്ചോ. ട്രോഫി വെച്ച് ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് പൈസ മാത്രമെങ്കിൽ തന്നാൽ മതി.